നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇത് കണ്ടോ, ഒരു സിമ്പൽ. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയൊക്കെ പുറകിലുള്ള ആ പ്ലേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലോ ഒരു സ്ക്രൂ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിമ്പൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് എർത്താണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണ് ഇത് സംഭവം. അപ്പം നമ്മളുടെ മീറ്ററിനകത്ത്, അതായത് നമ്മളുടെ KSEBിയുടെ മീറ്ററിനകത്ത് ഇത്തരത്തിലുള്ള ഒരു എംബ്ലം, ഇത് നമുക്ക് ചെറിയ ഒരു ഡിസ്പ്ലേ ആണ് അതിനകത്തുള്ളത്. അതിനകത്ത് വളരെ ചെറിയ ഒരു ഇതായിട്ട് ഞാനിപ്പോൾ ഇത് വലുതാക്കി നിങ്ങളെ കാണിച്ചെന്നുള്ള അതിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ വേണ്ടി വളരെ ചെറിയ ഡിസ്പ്ലേയിൽ വളരെ ചെറുതായിട്ട് ഒരു പൊട്ട് പോലെ കാണത്തുള്ളൂ. ഈ സെയിം സംഭവമായിരിക്കും നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് എൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും എർത്തായിട്ട് കറണ്ട് ലീക്കായി പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, എങ്ങനെ അത് മാറ്റാൻ പറ്റും, അതേപോലെ തന്നെ അതിലൂടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ കറണ്ട് ചാർജ് ഒരുപാട് വളരെയധികം കൂടുതൽ വരുന്ന വീട്ടുകാർ പ്രത്യേകമായിട്ടും ഈ ഒരു സംഭവം ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മീറ്ററിനകത്ത്, നിങ്ങളുടെ KSEB മീറ്ററിനകത്ത് ഈ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. കൊച്ചു കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് അതിന് മുകളിലോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും, ഓരോ മീറ്റർ ഓരോ കമ്പനികൾ ഓരോ രീതിയിലായിരിക്കും, വളരെ ചെറുതായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഈ സിമ്പിൾ തന്നെയാണോ തെളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് വ്യക്തമായിട്ടും വലിപ്പത്തിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ആ ഒരു ഷേപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എർത്തായി പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ കറണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. കൊല്ലപ്പള്ളിയിലുള്ള ഒരു ചേട്ടൻ, അപ്പച്ചൻ ചേട്ടൻ, പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാനൊരു ദിവസം വൈകുന്നേരം ചെന്നു. അവിടുത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഞാൻ പോരുന്നേരം ആയപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം. അതായത് പുള്ളിക്കാരൻ അവിടെ ആകെപ്പാടെ 10 ദിവസം മാത്രമേ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. പുള്ളിക്ക് പാലക്കാട് വേറൊരു വീടുണ്ട്. അപ്പോൾ പുള്ളി ഇവിടെ നാട്ടിൽ വന്ന് ആ വീട്ടിൽ ഒരു 10 ദിവസം താമസിച്ചിട്ടുള്ളൂ. അതായത് ഒരു ബില്ല് 60 ദിവസം കൂടുമ്പോഴാണ് ഒരു ബില്ല് വരുന്നത്. ഈ 10 ദിവസം മാത്രം താമസിച്ച അദ്ദേഹത്തിന് വന്ന ബില്ല് 7000 രൂപയാണ്. അപ്പോൾ അത്രയും വലിയൊരു ബില്ല് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫോൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനെന്നാൽ നമുക്ക് ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ മീറ്റർ ചെന്ന് നോക്കിയപ്പോൾ ഈ സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഈ മീറ്റർ ഒരു 2-3 മാസം അയാൾ മാറി വെച്ചിട്ട്, അതിന് മുമ്പത്തെ മീറ്റർ ആയിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ഈ മീറ്റർ വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, ഏതായാലും നമുക്ക് നോക്കാം. പക്ഷേ അന്നേരം വൈകുന്നേരം ആയതുകൊണ്ട് അന്ന് നോക്കില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എന്നാൽ നോക്കാം എന്ന് പറഞ്ഞു. ഇതിപ്പോൾ അത്യാവശ്യമായിട്ട് നോക്കി കൊടുക്കേണ്ട ഒരു കേസാണല്ലോ, മറ്റുള്ള കംപ്ലയിൻറ്റ് പോലെയല്ല, ഇത്രയും വലിയൊരു കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മീറ്റർ പടപടോന്നാണ് മീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പം ഈ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആ സിമ്പൽ ശരിക്കും കാണിക്കുന്നില്ല. അപ്പോൾ എന്നാൽ യൂണിറ്റ് നോക്കിയപ്പോൾ തലേന്ന് നോക്കി യൂണിറ്റുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 യൂണിറ്റോളം ഓടിയിട്ടുണ്ട്. ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അദ്ദേഹം ഒരു സംഭവം ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ 10 യൂണിറ്റ് ഓടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ മീറ്റർ ഓടുന്നുണ്ട്, പക്ഷേ ഈ എംബ്ലം അതിനകത്ത് കാണിക്കുന്നുമില്ല അതിനും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ അത് പരിശോധിച്ചു. മൊത്തം നോക്കിയപ്പോൾ ചില സമയത്ത് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി അതിനകത്ത് കംപ്ലയിൻ്റ് ആണെന്നുള്ളത്. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഫാൻ പോയതായിരുന്നു ഇതിനകത്ത്. ഫാനിൽ നിന്നും അതിൻ്റെ ഫാനിൻ്റെ ബോഡിയിലേക്ക് വന്നിട്ട്, ബോഡി വഴി വന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വാർക്കയിലേക്ക് നമ്മൾ കൊടുത്തിരുന്ന കമ്പി ഉണ്ടല്ലോ, അതിനകത്ത് ആ കോട്ടിങ് പോയിട്ട് അതിൻ്റെ അകത്തുള്ള ആ റബ്ബറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് പോയി അതുവഴി ഈ വാർക്ക കമ്പികളിലേക്ക് ഈ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 350 വാട്ട് അത്രയും വെച്ചാൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ മീറ്ററിനകത്ത് ആ ഒരു സംഭവം നിങ്ങൾക്ക് എവിടെയാണത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇതേപോലെയുള്ളൊരു വയർ ലൈറ്റ് എന്ന് പറയുന്നത്, ഒരു ടെസ്റ്റ് ലാമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു വയർ ലൈറ്റ് എടുക്കുക. ഇതിൻ്റെ ഈ 2 ഇതാണല്ലോ, ഇതുപോലുള്ള ഒരു ബൾബ് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ 2 വയറുകൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഒരെണ്ണം ഫേസിലും ഒരെണ്ണം എർത്തിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിനകത്ത് ഈ സംഭവം തെളിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പം ELCB ഉള്ള വീടാണെങ്കിൽ നമ്മൾ എർത്തിലും ഫേസിലുമായിട്ട് കൊടുത്തുമ്പോഴത്തേക്ക് ELCB ഓഫായി പോകും. അപ്പോൾ അങ്ങനെയാണ് ELCBയുടെ ഇൻപുട്ട് വരുന്നിടത്തേക്ക് ആ ഇൻപുട്ട് വരുന്നിടത്തെ ഫേസും നമ്മൾ ഇന്നുമായിട്ട് ഈ 2 ഒന്ന് കണക്ട് ചെയ്യുമ്പം ഈ ബൾബ് ലോഡാവും, തെളിയും. ആ സമയത്ത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ മീറ്ററിൻ്റെ അകത്ത്, നമ്മളുടെ KSEBയുടെ മീറ്ററിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ പുതിയ മോഡൽ മീറ്റർ, അത് പഴയ കാലത്തെ മീറ്ററിനകത്തല്ല, ഈ പുതിയ മോഡൽ മീറ്ററിനകത്തെല്ലാം നമുക്ക് ഈ എർത്തിൻ്റെ ആ ഒരു സിമ്പിൾ, ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് മീറ്ററിനകത്തെല്ലാം എർത്തിൻ്റെ ഒരു സിമ്പിൾ നമ്മളെ കാണിച്ചു തരും. അതായത് ഇതിനകത്തൂടെ നമ്മൾ ലീക്കായി പോകുന്നു എന്നുള്ളതാണ് അന്നേരം അതിനകത്ത് കാണിക്കുന്നത് ശരിക്കും. അപ്പം അതുപോലെ ഇതിപ്പോൾ ഈ ബൾബ് വഴി ലോഡിങ്ങിൽ പോയതല്ല, വേറെ എങ്ങനെ വരും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫേസ് എടുത്ത് നമ്മൾ എർത്തിലോട്ട് കൊടുത്താലും ഇതുപോലെ തന്നെ ആ സിമ്പിൾ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും എർത്തായി പോയെന്നാലും ഈ സിമ്പിൾ നമ്മളെ കാണിച്ചു തരും. അപ്പം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ആ മീറ്ററിനകത്ത് അങ്ങനെ ഒരു സിമ്പിൾ വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എർത്തായി പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ ആ ഫാനിലാണെങ്കിൽ ആ ഫാനിൽ നമ്മൾ ഇതുണ്ട്, ഈ ഒരു സംഭവം വെച്ച് നോക്കിയപ്പോൾ എനിക്കത് പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഈ ഫാനെന്നാണ് ഇത് പോകുന്നതെന്നുള്ള സംഭവം. അപ്പോൾ ഇത്ര ഒരു സാധനം നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇത് വാങ്ങി, ഇത് 1000 രൂപ കൊടുത്ത് നമുക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ല സംഭവം വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യന്മാർ പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇത്തരം സാധനം എപ്പോഴും എല്ലാ ഇലക്ട്രീഷ്യന്മാരുടെ കയ്യിലൂടെ ഈ സാധനം ഉണ്ടാവും. അപ്പം അവരോടൊന്ന് പറഞ്ഞാൽ മതി, അവർ വന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ. ഇതുണ്ട്, ഇതിനകത്തൊരു ചെറിയ സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് സൗണ്ടും കേൾപ്പിക്കും, അതുപോലെ ഇതിനകത്ത് ലൈറ്റിങ്ങും ഉണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വയർ ഇതുണ്ട്, ഇതിപ്പോൾ ഒരു വയർ പോകുന്നുണ്ട്, ഇതുണ്ട്, ഇവിടെയുള്ളൊരു വയറാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഈ വയറിൻ്റെ അടുത്തേക്ക് വിടുന്നത്, ഇതിപ്പോൾ ന്യൂട്രൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്നും ഉണ്ടാവില്ല ന്യൂട്രൽ, ഇത് ബ്ലാക്ക് വരുന്ന ന്യൂട്രൽ ലൈനാണ്. ഇതുണ്ടോ, ഇതിലേക്ക് വരുമ്പോൾ ഇതുണ്ടോ, ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കാണിച്ചു തരാം, കാണോ, ഇതുണ്ടോ, ഈ ഫേസിലേക്ക് വരുമ്പോൾ ഇത് പതുക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാതുണ്ടോ, ഫേസ വരുമ്പോഴത്തേക്ക് ഇത് കൃത്യമായിട്ടും ഈ സംഭവം വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട്, ഇതിൻ്റെ ഈ ഫേസിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഈ ഫേസ് എന്നുള്ള സംഭവം ഇത് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ലൈനിൽ നിന്ന് എർത്തയിലേക്ക് ഏതെങ്കിലും കാരണവശാൽ ഇത് എർത്തായി പോകുന്നുണ്ടെന്ന് വരികിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇത്ര ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ടും എവിടെയാണ് പോകുന്നത്. ഇപ്പോൾ ഫാന് കാണിപ്പോൾ ഇത് ഫാനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ബസറടിക്കും. എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം അത് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റും. അപ്പം മറ്റേ സാധാരണ നമ്മൾ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും കിട്ടത്തില്ല കേട്ടോ. അവിടെ ഞാൻ ഈ ഒരു സാധനം വെച്ച് നോക്കുവാണെങ്കിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ ഞാനിത് നിങ്ങളെ വെറുതെ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയത് എങ്ങനെയാണിത് പോകുന്നത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള MCBകൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഓഫ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് ഏത് ഭാഗത്താണെന്നുള്ള കാര്യം നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ചേട്ടൻ എന്നോട് TV ഒക്കെ വാങ്ങിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് വന്നെല്ലാം ചോദിച്ചിട്ട് പുള്ളി വാങ്ങിക്കുന്നത്. അപ്പോൾ എന്നോട് TV പുതിയ ഒരെണ്ണം വാങ്ങിക്കാനായിട്ട് പുള്ളിയുടെ പഴയ TV കേടായി പോയിട്ട് പുതിയ TV മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇന്ന കമ്പനിയുടെ എടുത്തു, LCD ആണോ LED ആണോ എന്നൊക്കെ പുള്ളിയോട് ചോദിച്ചു ഏതാ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കമ്പനി എടുത്ത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ അത്ര TV പോയി വാങ്ങിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിടാ നീ അത് പറഞ്ഞ സംഭവം ഞാൻ വാങ്ങിച്ചു, പക്ഷേ അത് ഭയങ്കര ചതിയായിപ്പോയി, അത് ഭയങ്കര കറണ്ടാണ് വലിക്കുന്നു കേട്ടോ. ഏകദേശം നമ്മുടെ പഴയ CRT2 ഉള്ള ആ പഴയ TVനെ കഴിഞ്ഞും ഇരട്ടിയിലും കൂടുതൽ കറണ്ട് ഇതെടുക്കുന്നുണ്ട്. അത് TV ഓണാക്കുന്ന ഭയങ്കരമായിട്ട് മീറ്റർ ഓടുക എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ LED TVകളൊന്നും ഏത് കമ്പനിയുടെ ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരിക്കലും LED TVകൾ ഓടാനായിട്ട് സാധ്യതയില്ല ചേട്ടാ, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഈ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ സംഭവം പറഞ്ഞെല്ലാം ശരിയാണ്. TV ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും TVയുടെ ഇതിടുമ്പോഴത്തേക്കും കൂടെ തന്നെ സംഗതി ഇത് ഭയങ്കരമായിട്ട് മീറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഒരു സ്റ്റെബിലൈസർ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെബിലൈസറിലാണ് പുള്ളി ഈ TV കുത്തിയേക്കുന്നത്. അപ്പം ഈ TVക്ക് 2 പിന്നേ ഉള്ളൂ, അതായത് TVക്ക് എർത്തില്ലല്ലോ സാറിന്. അപ്പോൾ ഈ 2 പിന്നെ ഉള്ളത് കാരണം കൊണ്ട് TVയുടെ ബോഡിയിലോട്ടോ മറ്റ് സംഭവങ്ങളിലേക്കോ ഒന്നും കറണ്ട് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഈ സ്റ്റെബിലൈസറിൻ്റെ ട്രാൻസ്ഫോർമർ ലീക്കായിട്ട് അതിൻ്റെ ബോഡി വഴി ഒരു എർത്ത് കൊടുത്തിട്ടുണ്ട്. ആ എർത്ത് വഴി, അതായത് 3 പിന്നാണല്ലോ ഈ സ്റ്റെബിലൈസറുകൾ കുത്തുന്നത്, അതുവഴി ഇങ്ങനെ എർത്തായി ഫുൾ കറണ്ട് പോകുന്നില്ല. ഒരു മീഡിയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റർ ഓടാൻ പാകത്തിനുള്ള ഒരു കറണ്ട് ഇങ്ങനെ ഇതേ കൂടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി TV ഓണാക്കുമ്പോൾ മാത്രം പുള്ളിയുടെ കറണ്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടത് കാരണം ഞാൻ പറഞ്ഞതാണ്. ഇതേപോലെ വിവിധ തരത്തിൽ പല തരത്തിൽ ആയിരിക്കും നമ്മളുടെ വീട്ടിൽ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ സ്റ്റെബിലൈസർ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആയിരിക്കത്തില്ല നമ്മുടെ വീട്ടിൽ പോകുന്നത്. അപ്പം വേറെ ഇപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എന്നെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഈ ചെറിയ ഗ്രില്ലിട്ടിട്ട് ഒരു ഭാഗം മറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഇടയ്ക്കൂടെ ഇവർ ഒരു വയറൊക്കെ കയറ്റിയിട്ട് വേറൊരു ബൾബ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഗ്രില്ലിൻ്റെ ഇടയ്ക്കൂടി എലി കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ എലിക്ക് പോകാനായിട്ട് സൗകര്യം കുറവായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് വയർ തടഞ്ഞപ്പം ഈ വയർ ഞെറുക്കി അതിൻ്റെ ആ കോട്ടിങ് എല്ലാം കളഞ്ഞു വെച്ചു. അപ്പോൾ ഈ ഗ്രില്ലിലേക്ക് പതുക്കെ പിന്നെ അത് തൊട്ടു. ഇതിൻ്റെ അകത്തൂടെ പോകുന്ന ഈ കോപ്പർ വയർ ഈ ഗ്രില്ലെ പതുക്കെ ടച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ആ ടച്ചിങ്ങിൽ കൂടെ പതിയെ കറണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വേറെ വീട്ടിൽ കണ്ടത് ഞാൻ ഈ നമ്മളുടെ ഈ കുത്തി വെക്കുന്ന ചെറിയ എക്സ്റ്റൻഷൻ ബോക്സുകളുണ്ടല്ലോ. അപ്പം ചിലതിനകത്തൊക്കെ എന്നെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തല്ല ഈ അപ്പൂപ്പൻ്റെ പല്ലാടുന്ന നമുക്ക് ആടിയാടി ഇരിക്കുന്ന സംഭവങ്ങളായി കുത്തുന്നതിൻ്റെ ഇതിനുള്ളിലെല്ലാം ക്വാളിറ്റി കുറഞ്ഞ ഈ ചൈനീസും അതുപോലെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചങ്ങ് കുത്തി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം അതിനകത്ത് സാധനങ്ങളെല്ലാം ഇങ്ങനെ ആടി കിടക്കും. ഇതിനകത്ത് കുറേ കാലുകൾ പോലുള്ള സംഭവങ്ങളാണ്, ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത്. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ഇളകി കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം പോയിട്ട് ഇതിനകത്ത് ഈ കാലുകൾ തമ്മിൽ, അതായത് എർത്തും ഫേസും തമ്മിൽ ചെറുതായിട്ട് പോയി ടച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ചിലപ്പം എർത്താകും, ചിലപ്പോൾ എർത്താവില്ല, ഇങ്ങനെ പല വിവിധ രീതിയിൽ കൂടി അത് കാണിക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ ഒത്തിരി തപ്പിയിട്ടാണ് ഞാൻ ശരിക്കും കണ്ടുപിടിച്ചു. ഒത്തിരി സമയം തപ്പേണ്ടി വന്നു ആ കേസ്, ആ വീട്ടിലെ ആ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക്. കാരണം ഇത് എപ്പോഴാണ് വരുന്നത്, ചില സമയത്തേ വരുന്നുള്ളൂ എന്നുള്ളതും ഇതിൻ്റെ അകത്ത് ഈ ബോക്സിലായത് കാരണം കൊണ്ടും ഇത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിത് എവിടെ നടത്തില്ല, നമ്മൾ മൊത്തം തപ്പല്ലേ.
അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി ഒരു കണ്ടുപിടിച്ചൊരു കേസായിരുന്നു അത്. പക്ഷേ അവർക്ക് ഒത്തിരി കറണ്ട് ചാർജ് വരുന്നുണ്ട്, 6000 രൂപ 7000 രൂപ ഒക്കെ ചിലപ്പോൾ കറണ്ട് വരുവായിരുന്നു. കാരണം അവർ ആ ടി വിയുടെ സംഭവം ഓണാക്കിയിട്ട് പിന്നെ ഈ ബോക്സ് ഫുൾ ടൈം ഇങ്ങനെ കിടക്കുക, ചുമ്മാ ഓണായി, അത് അവരറിയുന്നല്ലോ, അത് ടി വി ഓണാക്കിയല്ലോ, പിന്നെ അത് അങ്ങനെ കിടക്കും, അങ്ങനെ നിർത്താതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് കറണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ പല തരത്തിൽ നമുക്ക് വരാം, എവിടെയാണ് വരുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഫാൻ ഒത്തിരി ഇങ്ങനെ വരാറുള്ള ഒരു കേസാണ്, ഫാനിനകത്തൂടെ ലീക്കായി പോവും. അപ്പം ഏത് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തുമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എർത്തിങ് ആണ് സംഭവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വാട്ട് പോകുന്നത്. എത്ര ഇപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ അത് 350 വാട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അത് ഞാൻ കൃത്യമായിട്ട് നോക്കിയതാണ്. വേറെ അതിലും കൂടുതൽ പോകാം, അതിലും കുറച്ചും പോകാം. എങ്ങനെ പോകും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇതിങ്ങനെ ഒരു സംഭവം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എർത്തിൻ്റെ ആ ഒരു ഇത് കാണിച്ചെന്ന് വെച്ചുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടുള്ള ലീക്കേജോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എർത്തായി പോകുന്നുണ്ടാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളത് പിന്നെ വേറൊരു കേസുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ എർത്തായി പോകുന്നത് നമ്മൾ എത്ര ചെക്ക് ചെയ്താലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ചില സമയത്ത് ഈ ലൈറ്റ് തെളിഞ്ഞ് ചെയ്യും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻഡക്ഷൻ കറണ്ട് ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ, അതായത് മിക്കവാറും ഈ ELCB ഇല്ലാത്ത വീടുകളിലാണ് കൂടുതൽ ആ ഒരു പ്രശ്നം വരുന്നത്. കാരണം ഇൻഡക്ഷൻ കറണ്ട് കൂടി കഴിയുമ്പോൾ ELCB ഉള്ളതാണെങ്കിൽ അത് ഓഫാവും. അപ്പോൾ ഇങ്ങനെ ഓഫാവുകയൊക്കെ ചെയ്യുന്ന വീടുകളിലും പഴയ വീടുകളിലും ഈ ELCB എടുത്തങ്ങ് മാറ്റും മിക്കവാറും എല്ലാവരും. കാരണം അത് ഭയങ്കര തലവേദനയായിരിക്കും ഒത്തിരി വീട്ടിൽ. എനിക്ക് തോന്നുന്ന ഒരു 50% വീട്ടിലെങ്കിലും ഈ ELCB ഒഴിവാക്കിയിട്ടേക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത്. കാരണം ഒന്നെങ്കിൽ അത് കേടായി കഴിയുമ്പോൾ അത് പുതിയത് വെക്കത്തില്ല, അതും അല്ലെങ്കിൽ ഇത് എപ്പോഴും ഓഫായി പോകും, മോട്ടർ ഇടുമ്പോൾ ഓഫാകും. അതൊക്കെ ആയതുകൊണ്ട് ഇലക്ട്രീഷ്യന്മാർ വന്നിട്ട് ഈ സാധനം പറിച്ച് വെള്ളം കളഞ്ഞു വെച്ചിട്ട് അവിടെ ഒരു ഐസൊലേറ്റർ ഇട്ട് പോകും. മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പം സംഭവം അങ്ങനെ കാണുന്നത്. അപ്പോൾ ആ കംപ്ലയിൻ്റ് എല്ലാം തപ്പി ശരിയാക്കി ELCB ഇട്ട് വെച്ചാലുള്ള ഗുണം വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോകാതിരിക്കും. അതപ്പോൾ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇത് ഓഫായി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ശരിക്കും. അതുകൊണ്ട് ഈ ELCB കൊണ്ട് വേറൊരു അഡീഷണലായിട്ട് ഉള്ളൊരു സംഭവം നമുക്ക് കറണ്ട് അടിക്കില്ല എന്നുള്ളതിനെ കറണ്ട് അടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അപകടം ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്. പിന്നെ പലപ്പോഴും ELCBകൾ കേടായി പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യുമെന്ന് കരുതും, പക്ഷേ വർക്ക് ചെയ്യാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനും വരാറുണ്ട്, അതും വേറൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതേപോലെ ഈ ഇൻഡക്ഷൻ കറണ്ട് കൊണ്ട് പോകുന്ന കേസാണെങ്കിൽ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് തന്നെ അത് നിങ്ങൾ കാണിക്കണം. അപ്പം ചെറിയ കറണ്ട്, വളരെ ചെറിയൊരു കറണ്ട് മാത്രമേ ചിലപ്പോൾ അതിൽ കൂടെ പോകുന്നുണ്ടാവുള്ളൂ. എന്നാലും കുറേ ദിവസങ്ങളായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെബിലൈസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ ദിവസങ്ങൾ കടന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു യൂണിറ്റിലേക്ക് നമുക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഇൻഡക്ഷൻ കറണ്ടിൻ്റെ സംഭവമാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ ഈ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് വളരെ എളുപ്പം. അപ്പോൾ ഇത്ര ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് എന്ത് സംഭവമാണെങ്കിലും നമുക്ക് എർത്തുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റർ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ അത് ബെറ്ററാണ്, നല്ലതാണ്, എപ്പോഴും നമുക്ക് ഉപയോഗിക്കാനായിട്ട്. കാരണം അത് നോൺ കോൺടാക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിറ്റക്ടറാണ് ഈ സാധനം. അപ്പം കടയിൽ നിങ്ങൾ ചെന്നിട്ട് നോൺ കോൺടാക്റ്റ് AC വോൾട്ടേജ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനം വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലത് മേടിക്കണം. ഒരു 10,000 രൂപ വിലയുള്ള നല്ലത് മേടിക്കണം. തീരെ 250 രൂപ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഈ സാധനം. അത് മേടിക്കരുത്. അത് മേടിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം പോകുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറണ്ട് വെറുതെ പോകുന്നുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ വിലപ്പെട്ട സംഭവമാണ്. അപ്പോൾ നമ്മൾ സോളാറൊക്കെ വെച്ച് കറണ്ടൊക്കെ നമ്മൾ സേവ് ചെയ്യും, പക്ഷേ വേറെ വഴിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഈ കറണ്ട് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന നിങ്ങളുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇത് സ്പീഡ് കൂടിയാണ് ഓടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തുമാത്രം യൂണിറ്റ് എടുക്കുന്നത്, നിങ്ങളുടെ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മീറ്റർ പുതിയ മീറ്റർ വെച്ചാലും ചിലപ്പോൾ KCBയുടെ മീറ്ററുകൾ ചിലപ്പോൾ സ്പീഡിൽ ഓടുന്നതായിട്ട് കാണാറുണ്ട്. അതായത് നമുക്ക് സാധാരണ ഓടുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ KCB മീറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ KCB പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ പെട്ടെന്ന് ചെയ്തൊന്നും തരത്തില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ട്രിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ആയിട്ടുണ്ട്, ട്രിക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇതിൻ്റെ ഈ അവസാനം എൻ്റെ സ്ക്രീനിനകത്ത് ഞാൻ ആ മീറ്ററിൻ്റെ പടമുള്ള ഒരു വീഡിയോ ആണ്, അത് ഞാൻ വെക്കാം. അപ്പോൾ നിങ്ങൾ അതും കൂടി ഇതിപ്പോൾ ഈ കണ്ട സ്ഥിതിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണത്. കാരണം ആ ലൈറ്റ് മിന്നുന്നത് അതിനകത്ത് നോക്കൊണ്ടാണ് അതിൻ്റെ ആ യൂണിറ്റ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നമ്മൾ അതിനകത്ത് എഴുതി കാണിക്കുന്നതൊക്കെ ചിലപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പം എന്തെങ്കിലും എററൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ലൈറ്റ് മിന്നുന്നതിനനുസരിച്ച് നോക്കി നമ്മൾ അതിൻ്റെ ആ യൂണിറ്റ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും കുറച്ച് ഇൻഫർമേഷൻ, ഇതിനേക്കാളും കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അടിച്ച് നോക്കിയാൽ മതി. ട്രിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ നമ്മുടെ KCBയുടെ മീറ്ററിൻ്റെ ആ ഒരു പിക്ചറാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പിക്ചർ കാണുമ്പോൾ നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി. അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇത് പല വീടുകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ജസ്റ്റ് ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള സംഭവങ്ങൾ എർത്തായി പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങളെ നിന്ന് വലിയൊരു ഉപകാരമായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കൊടുക്കുകയാണെങ്കിൽ. മീറ്ററിൽ ജസ്റ്റ് നോക്കുന്നൊരു വിഷയം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് അറിയാനും സാധിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം വലിയ കറണ്ട് ബില്ല് പറഞ്ഞൊന്നുമില്ല, ചെറിയ ലീക്കേജ് ആയിരിക്കും ചിലപ്പം വരുന്നത്. പക്ഷേ എന്നാലും ഈ എർത്ത് കാണിക്കും കേട്ടോ. ചെറിയ ലീക്കേജ്, വളരെ ചെറിയ ലീക്കേജ് ആണെങ്കിൽ പോലും ഈ സിമ്പിൾ അതിനകത്ത് കാണിക്കും. സിമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഇതെന്താണെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്യണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇൻഡക്ഷൻ്റെ ടൈപ്പാണ്, ഇൻഡക്ഷൻ വന്നിട്ടുള്ള സംഭവമാണെങ്കിൽ അതും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇലക്ട്രീഷ്യൻ വന്നിട്ട് അതും നോക്കി അത് കറക്റ്റായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അത് കറക്റ്റാക്കി തരും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.